ഹായ്, വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മളിന്നൊരു ഇറച്ചിക്കറി റെഡിയാക്കുകയാണ്. ഒരു 1.5 കിലോ പോത്തിറച്ചിയാണ് റെഡിയാക്കുന്നത്. ഇപ്പോൾ രാത്രി 10 മണിയായിട്ടോ, ഇവിടെ വെള്ളിയാഴ്ച ഇന്ന് രാത്രി 10 മണിയായി. നാളത്തേക്കുള്ള കറിയാണിത്. നാളെ നമുക്ക് ഒരു ചെറിയ ചെമ്മീൻ കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് തൂമ്പ് വെക്കണ ഒരു ചടങ്ങാണ് നാളെ. അപ്പോൾ ഒരു 5-8 പണിക്കാരുണ്ടാവും. അവർക്ക് നമ്മൾ വെച്ച് കഴിയുമ്പോഴേക്കും ഇത്തിരി ഭക്ഷണം കൊടുക്കണം. അപ്പോൾ പൊറോട്ടയും ഇറച്ചിക്കറിയുമാണ് നമ്മൾ കൊടുക്കുന്നത്, കൂടെ കട്ടൻ ചായയും. അപ്പോൾ അതിനുള്ള കറിയാണ് റെഡിയാക്കുന്നത് കേട്ടോ. രാത്രി കറി റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അത് റോസ്റ്റായിട്ടല്ല, ഒരു ഗ്രേവിയിലാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇറച്ചിക്കറിക്കായി എടുത്തിരിക്കുന്ന ഇറച്ചി 1.5 കിലോ ഇറച്ചിയാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന ഇറച്ചിയാണ്. വെള്ളം ഒട്ടും ഇല്ലാതെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. വലിയ സവാള 4 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തുടം വെളുത്തുള്ളി, വലിയ തുടം വെളുത്തുള്ളി തന്നെ എടുത്ത് ചതച്ച് വെച്ചിരിക്കുകയാണ്. 2 വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് കോന്തി വെച്ചിട്ടുണ്ട്. 2 മീഡിയം ടൈപ്പ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും കൂട്ടമാണ് എടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഞാൻ എടുത്തിരിക്കുന്ന പൊടികളെന്ന് പറയുന്നത് ഒരു 4.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ ഇവിടെ പൊടിച്ച മസാലപ്പൊടി, അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്തരം പൊടികളാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഇത്തിരി ഗ്രേവിയിലാണ് കറി റെഡിയാക്കുന്നത്. പൊറോട്ടയും കൂട്ടി കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഗ്രേവിയിലാണ് റെഡിയാക്കുന്നതുകൊണ്ട് ഇത്തിരി പൊടികൾ അധികം എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ കൂടാതെ ഈ പൊടികളെല്ലാം ഒന്ന് നമ്മൾ ചൂടാക്കി ഓട് കാച്ചി റെഡിയാക്കിയിട്ടാണ് ഇത് കറി റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓട് കാച്ചി എടുക്കണം, ഈ പൊടികളെല്ലാം. ഓക്കെ, നമ്മൾ പൊടികളെല്ലാം ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എണ്ണയൊന്നും ഒഴിക്കരുത്, വെറുതെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് ചെറുതീയാണ് ഇടേണ്ടത്. അപ്പോൾ ചെറുതീയിൽ ഈ പൊടികളുടെ ആ പച്ചപ്പൊന്ന് മാറ്റിയെടുക്കണം നമ്മൾ, എന്നിട്ടാണ് ഇത് കറിക്ക് ഇടുന്നത്. ഇപ്പോൾ പൊടി ഒന്ന് റെഡി ആവട്ടെ. ഇപ്പം നമ്മുടെ പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ സമയം തീ ഓഫ് ചെയ്യാം. പൊടിയുടെ ആ പച്ചച്ചോവയൊക്കെ കെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കുക്കറിലാണ് കേട്ടോ ഇറച്ചി വേവിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു അരമണിക്കൂർ നമുക്ക് ഈ ഇറച്ചി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കുക്കറിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇത് എരുമ ഇറച്ചിയാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇറച്ചിയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, സവാള ഒരു പകുതി ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക്. ഇപ്പോൾ ഒരു പകുതിയോളം സവാള നമുക്ക് വാട്ടാനുള്ളതാണ്. പകുതി സവാള, പച്ചമുളക്. കൂടാതെ ഇതാണ് ഓട് കാച്ചി വെച്ചിരിക്കുന്ന പൊടികൾ. ഈ പൊടികളുടെ പകുതി നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുകയാണ് വേവിക്കാനായിട്ട്. പകുതി നമ്മൾ താളിപ്പിൽ റെഡിയാക്കുന്നതായിരിക്കും. പകുതി പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ട് കൈവച്ച് തന്നെ മിക്സ് ചെയ്യാം. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വേവിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇറച്ചി വേവിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 3/4 മണിക്കൂർ അധികമായി. ഇപ്പോൾ നമ്മുടെ ഇറച്ചി ഇത്തിരി നെയ്യ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ, അതിന് ശേഷം ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. എന്നിട്ട് നോക്കാം. ഇത് ഇറച്ചി ഏത് രീതിയിലാണെന്നറിയില്ല, മൂത്തതാണോ ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഒരു 20 മിനിറ്റ്
ലോ ഫ്ലെയിമിലിടാം ഒരു വിസിൽ വന്നതിന് ശേഷം. ഓക്കെ, നമ്മൾ ഈ ഉരുളിയിലാണ് കേട്ടോ കറി റെഡിയാക്കുന്നത്. ഇപ്പോൾ ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ കാലിട്ടിട്ട് നമുക്കിതിലേക്ക് 2-3 പട്ട, കറയമ്പ്, ഏലക്ക 3-4 വെച്ച് ഒന്ന് പൊട്ടിച്ചതാണ് അതങ്ങാലിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ മസാലപ്പൊടി എടുത്തിട്ടുണ്ട്, എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ അതൊന്ന് ഇടുകയാണ്. ഇതിലേക്ക് നമുക്ക് എടുത്തിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് സവാള നമ്മൾ വേവിക്കാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, ബാക്കിയുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിരിക്കണേണ്. ഇതിലേക്ക് അല്പം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടിയുണ്ട്, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേവിക്കാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, താളിക്കാനായിട്ട് ഒത്തിരി അല്പം കൂടി എടുക്കാം. റെഡി ആവട്ടെ. ഈ സമയത്ത് തന്നെ നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഒരുവിധമായിട്ടുണ്ട്, തക്കാളിയും കൂടി ഇതിൻ്റെ ഒപ്പം കിടന്നൊന്ന് വേകട്ടെ. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് റെഡിയായിട്ടുണ്ട്, വാടിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മൾ ഓട് കാച്ചി വെച്ചിരിക്കുന്ന ആ പൊടിയില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കി പൊടി, പകുതി പൊടി അപ്പോൾ നമ്മൾ ഇറച്ചിയിൽ മാരിനേറ്റ് ചെയ്തിരുന്നു, അതിന് ശേഷമാണ് നമ്മൾ ഇറച്ചി വേവിച്ചത്. ബാക്കിയുള്ള പൊടികൾ കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ കിടന്നൊന്ന് ഈ പൊടികളൊന്ന് മൂപ്പിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ രാത്രി 10-11 മണിയോളം ആയേട്ടാ ഇവിടെ. നാളെ രാവിലെ 7 മണിക്ക് 7:30 അവർക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ ഈ കറി ഉണ്ടാക്കി വെക്കുന്നത്. പൊറോട്ട നമ്മൾ നാളെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ തന്നെ നമുക്ക് ഫ്രഷ് പൊറോട്ട കിട്ടും. കറി അപ്പോൾ ഞാൻ ഇന്ന് രാത്രി തന്നെ റെഡിയാക്കി വെക്കുകയാണ്. നാളെ ഇനി കൊടുക്കാൻ നേരത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇവിടെ പൊടിയൊക്കെ രണ്ടും ഓക്കെ ആയിട്ടോ. തക്കാളിയും സവാളയും പൊടിയും എല്ലാം കൂടി ഒന്ന് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞു, കാണുന്നേ ഇല്ല. അപ്പം നന്നായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി, ഇതാണ് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നത്, അതങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ റെഡി ആയിട്ടോ. ഇപ്പോൾ പാകത്തിനാണ്, ചാറും ഗ്രേവി എല്ലാം പാകമാണ്. ഈ സമയത്ത് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം, എന്നിട്ട് തീ ഓഫ് ചെയ്യും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ.